ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഗോതമ്പ് ദോശയും ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് വെച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ഉരുളൻകിഴങ്ങ് നല്ലതുപോലെ പുഴുങ്ങി ഉടച്ചെടുക്കുന്നുണ്ട്. അതിന് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 1/4 സ്പൂൺ ചില്ലി ഫ്ലേക്സും, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു ബൗൾ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാവിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. അതേ ബൗളിൽ തന്നെ ഒരു ബൗൾ വെള്ളം എടുത്തിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ബാറ്ററങ്ങ് ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. നമ്മുടെ ദോശ മാവിൽ നിന്നൊക്കെ കുറച്ചും കൂടെ കട്ടിക്കാണ് തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അപ്പോൾ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നല്ലതുപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യോ ഓയിലോ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് ഒരേ തവി മാവ് കോരി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് കട്ടിക്കാണ് കേട്ടോ അതിരിക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതിയാകും. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഒരു പേരം വേവുമ്പോൾ നമുക്ക് നെയ്യോ ഓയിലോ അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിട്ട് നല്ലപോലെ ഒന്ന് 2 പേരും മൊരിയിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഷുഗറുകാരും ഗോതമ്പ് ദോശയും ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ, നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റുമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ.